സനു പടവീടൻ്റെ കഥാപാത്രം മുൻപ് നാട് വിറപ്പിച്ചിരുന്ന ഒരു വലിയ ഗുണ്ടയായിരുന്നു. ഇവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിഷ്ണു അഗസ്ത്യയുമായി കണ്ടുമുട്ടാൻ ഇടയുണ്ടാകുന്നു. തുടർന്നുണ്ടാകുന്ന റിവഞ്ചാണ് സിനിമയുടെ കഥ. പക്ഷേ അതങ്ങനെ അത്ര ബ്ലാൻഡ് ആയിട്ടല്ല സിനിമയിലുടനീളം പറഞ്ഞു പോകുന്നത്. ഈ സിനിമയിൽ ഇവർ രണ്ടുപേരും ഉപയോഗിക്കുന്ന ചില സ്ട്രാറ്റജികളുണ്ട്. അതെല്ലാം സുൻസുവിൻ്റെ ആ പുസ്തകത്തിൽ പറയുന്ന അതേ സ്ട്രാറ്റജികളാണ്. അതിനെല്ലാം ഒരു പ്രത്യേക ട്രീറ്റ്മെൻ്റ് ആണ് കൃഷാന്ത് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ സ്ട്രാറ്റജികൾ പറയുന്നതിന് മുൻപും ഒരു കൃത്യമായ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിനു മുൻപ് നടന്ന ഒരു കൃത്യമായ സംഭവം എല്ലാം വിവരിച്ചുകൊണ്ടാണ് സിനിമയിൽ ഈ സ്ട്രാറ്റജികളെ എല്ലാം നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത്. IFFK ഈ സിനിമ ഇറങ്ങിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 8 ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടാണ് സിനിമ കാണാൻ പോയത്. പക്ഷേ സത്യസന്ധമായി പറയാമല്ലോ, എന്നെ ഒരുപാട് വിഷമപ്പെടുത്തി. ഒരുപാട് വിഷമം തോന്നി. കാരണം ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഒരു സിനിമ ഇറക്കി അത് ഹിറ്റാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടിപ്പിക്കൽ ഫിലിം മേക്കർ അല്ല കൃഷാന്ത്. പ്രേക്ഷകരെ അപ്ലിഫ്റ്റ് ചെയ്യണമെന്നും വേറൊരു തലത്തിലുള്ള സിനിമകൾ കാണണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ഫിലിം മേക്കറാണ് കൃഷാന്ത് എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു ഫിലിം മേക്കർ എന്ന നിലയിൽ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുന്ന ഒരു ഫിലിം മേക്കറായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ തോന്നിയത്. പക്ഷേ തിയേറ്ററുകളിൽ ആളുകൾക്ക് ഇത്തരം സിനിമകളോടുള്ള വിയോജിപ്പ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മികച്ച സിനിമകളെ നമ്മൾ എക്കാലത്തും തള്ളി പറഞ്ഞിട്ടുണ്ട്. ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ അത്തരം സിനിമകൾ ഒരു കൾട്ട് ക്ലാസിക് എന്ന നിലയിൽ നമ്മൾ എഴുതി വെക്കാറുമുണ്ട്. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട പ്രശംസ അല്ലെങ്കിൽ അദ്ദേഹം അർഹിക്കുന്ന പ്രശംസ അത് കൊടുക്കേണ്ടത് പ്രേക്ഷകരെന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്.